ഹായ് കൂട്ടുകാരെ, അനിത TV ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കൈ ചാറിലെ ദിശ എന്ന ലെസണിലെ ഒരു ഡയറിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാം. ക്ലാസ് പറയാൻ പോവാണ്. അപ്പോൾ डायरी നോക്കാം നമുക്ക്. लेखक ने यात्रा करने का निश्चय किया. मान लिया इस संबंध में वे अपनी डायरी में लिखा रहे हैं. उनकी डायरी का अंश कल्पना करके लिखे. അപ്പോൾ ലേഖകൻ യാത്ര ചെയ്യാനായിട്ട് നിശ്ചയിച്ചു. ഇതിനെപ്പറ്റി അദ്ദേഹം തൻ്റെ ഡയറി എഴുതാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറിയുടെ അംശം സങ്കല്പിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പം നോക്കാം. ആദ്യം ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം താരിഖ് എഴുതുക. താരിഖ് എന്ന് വെച്ചാൽ ഡേറ്റ് എഴുതുക. അപ്പം നോക്കാം. യാത്ര കർണേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. സമുദ്ര തടുപ്പർക്ക് യാത്ര ബഹുത്ത് അച്ചി ഹെ. സമുദ്ര തീരത്തിലൂടെയുള്ള യാത്ര വളരെ നല്ലതാണെന്ന്. ബഹുത്ത് ബാർ സ്വച്ഛതാക്കി ഐസേക്ക് യാത്ര പർ ജാവൂ. വളരെ തവണ ചിന്തിച്ചതിന് ശേഷമാണ് അപ്പുറം യാത്ര ചെയ്യാന്ന്. ലേക്കിൻ സമയ ഔർ അന്യ സാധൻ പാസ് നഹി ഹോത്തെ. എന്നാൽ സമയവും മറ്റ് സാധനങ്ങളും അരികിലുണ്ടായിരുന്നില്ല എന്ന്. അബ് ഇസ്ക അവസർ ആകെ. ഇപ്പോഴാണ് അതിൻ്റെ അവസരം വന്നതെന്ന്. നൗക്കരി ചോട് ദീത്തോ കുച്ച് പൈസ മില്ലേ. നൗക്കർ ജോലി ചെയ്തപ്പോൾ കുറച്ച് പൈസ കിട്ടുന്നത്. ഉൻ പൈസ യാത്ര കർണേക്ക നിശ്ചയിക്കുക. ആ പൈസയും കൊണ്ട് യാത്രയ്ക്ക് പോകാനായിട്ട് നിശ്ചയിച്ചു. लेकिन कहाँ जाना, क्या क्या देखना, इन सब की कोई रूपरेഖ ही नहीं तैयार की. എന്നാൽ എവിടെ പോകണം, എന്ത് കാണണം, ഇതിനെക്കുറിച്ചുള്ള യാതൊരു രൂപരേഖയും തയ്യാറാക്കിയിരുന്നില്ല. പഹലെ കന്യാകുമാരി ജാനേക്കോ സ്വച്ഛത. ആദ്യം കന്യാകുമാരിക്ക് പോകാനാണ് ചിന്തിച്ചത്. വഹാംസെ ഗോവ. അവിടെ നിന്ന് ഗോവയിലേക്കും ബംബായി നിന്നും ബംബൈയിലേക്കും. മിത്രോങ്ക വിഭിന്ന റായ. കൂട്ടുകാർക്കും വ്യത്യസ്ത അഭിപ്രായമാണ്. നിർണയത്തെ ലേനാഹേ ചാഹേ. ഒരു നിർണയത്തിലെത്തേണ്ട ആവശ്യമാണെന്ന്. കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SSLC കുട്ടികൾക്ക് ഉപകാരപ്പെട്ട വീഡിയോകളാണ്, ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ച് പാസ്സാവാൻ നോക്കാം. ഓക്കെ, ബൈ ബൈ, ഹായ്.